ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു മട്ടർ പനീർ കറിയാണ്. ഈ മട്ടർ പനീർ കറി ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും പൂരിക്കും സാദാ ചോറിനും എല്ലാത്തിനും നല്ല സൂപ്പർ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. മട്ടർ പനീർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: പനീർ ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ പനീറാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫ്രോസൺ പനീറാണ്. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ മട്ടർ എന്ന് വെച്ചാൽ ഗ്രീൻ പീസാണ് ഈ മട്ടർ എന്ന് പറയുന്നത്, അതും പാക്കറ്റിലാണ് കിട്ടുന്നത്. നോർത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും മാർക്കറ്റിലൊക്കെ. ഇവിടെയൊക്കെ അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. അതും പാക്കറ്റിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 2 ഉള്ളി, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയുമാണ് മട്ടർ പനീർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ മട്ടർ പനീർ തയ്യാറാക്കാൻ പോവുകയാണ്. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, നീളത്തിലല്ല. ഇത് വറക്കാനായിട്ട് പ്രത്യേകം എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടുമ്പോൾ അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒന്ന് വാടിയാൽ മതി. നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാനുള്ളതാണ്. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി, കറിവേപ്പില. ശരിക്കും ഇതിന് മല്ലിയിലയാണ് നല്ലത്. ചിലപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടും. ഉള്ളിയും തക്കാളിയൊക്കെ. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പം മസാല ഒന്നും ഇടണ്ട. ഇത് നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കണം. ഒന്നുകൂടെ വാടട്ടെ. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. 2-3 മിനിറ്റ് ഇരിക്കട്ടെ. തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം തണുക്കട്ടെ. നമുക്ക് ഇനി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗ്യാസ് കത്തിക്കാം. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. സ്വല്പം ജീരകം ഇട്ട് കൊടുക്കുക. ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം കറിവേപ്പില ഇടുക. തീ കുറച്ച് വെക്കണം. ഇനി മുളക് പൊടി ഇടാൻ പോവുകയാണ്. 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. മുളക് പൊടിയൊക്കെ ഇടുന്നത് കരിഞ്ഞു പോകരുത്. അതുപോലെ ഇളക്കണം. അതിലോട്ട് ഉള്ളി അരച്ച് വെച്ചത് ഒഴിക്കണം. ഉള്ളിയും തക്കാളിയും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നല്ലോ, അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം. അതിലോട്ട് 1 സ്പൂൺ മല്ലി ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. പൊടികളെല്ലാം കണ്ടല്ലോ ഇട്ടത്. ഇനി നല്ലതുപോലെ ഇളക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നത് ഇളക്കിയാൽ ഏറ്റവും നല്ലത്. അന്നേരം കറിക്ക് നല്ല ടേസ്റ്റ് കാണും. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചേരാം. തിളച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ തീ കുറച്ചിട്ട് അടച്ച് വയ്ക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തുറന്ന് നോക്കാം. അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലോട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മട്ടറും പനീറും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. എത്രയും നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നു കറിക്ക് അത്രയും ടേസ്റ്റ് ആയിരിക്കും. കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ കറിക്കൊക്കെ ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഗ്രേവി നല്ലതുപോലെ കുറച്ചുകൂടെ അങ്ങ് പറ്റണം. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അപ്പം നമുക്ക് കറി എന്തായാലും നോക്കാം. എന്നിട്ട് നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. എത്ര നേരം ഇങ്ങനെ കിടക്കുന്നോ അത്രയും നല്ലതാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയിൽ നിന്ന് വിട്ട് വന്നാൽ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് കാണും. അത്ര തന്നെ. ഉള്ളിയും തക്കാളിയും നമ്മൾ അടിക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറായിരിക്കും തുടക്കത്തിൽ.
അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റി വരുമ്പോൾ നല്ലതുപോലെ ചുമക്കും. നല്ല തിക്ക് ഗ്രേവി ആവണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മട്ടർ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ ഇടാം. അപ്പം രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിനകത്ത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെയും എന്തിൻ്റെ കൂടെയും നല്ലതാണ്. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. എന്നിട്ടത് പറ്റി നല്ല എണ്ണ തെളിഞ്ഞ് വരണം. ഇത് ആ മല്ലിയില ഇടുമ്പോഴാണ് ഒരു ടേസ്റ്റ്. നമ്മൾ കറി പറ്റി വരുമ്പോൾ ഈ പരുവത്തിൽ ഇരിക്കണം. മട്ടറൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. നമുക്കതിൻ്റെ ഗ്രേവിയിലൊക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഈ സമയത്ത് നമുക്കത് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം സിമ്മിലിട്ട് വേവിക്കാം. കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഒരു 5-7 മിനിറ്റോളം ഇരുന്നൊന്ന് പറ്റട്ടെ. നമ്മുടെ കറിയൊക്കെ പറ്റി വരുന്നുണ്ട്. സ്വല്പം കൂടെ പറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി തിക്കായിട്ടിരിക്കണം. പിന്നെ ചോറിനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രേവി ഇരുന്നാലും കുഴപ്പമില്ല. നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കറിയാണിത്. അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു രസമായിരിക്കും. നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ തന്നെ ഇരുന്ന് കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് തിക്കായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ മട്ടർ പനീർ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായുള്ളൊരു കറിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് സമയങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്തിടുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.